ഹലോ എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ടു മൈ OIT ചാനൽ. ഇന്ന് നമുക്ക് 11 ജൂൺ 2022 OIT എക്സാമിൻ്റെ റൈറ്റിംഗ് ടാസ്കിലെ റിവ്യൂ നോക്കാം. ജസ്റ്റ് ഒരു ഇൻട്രോസ്പെക്ഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയായിരിക്കാം ആ ലെറ്റർ എഴുതേണ്ടിയിരുന്നു എന്ന് നോക്കാം. സോ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കുറച്ച് വേരിയേഷൻസൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, കാരണം സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, എനിവേ ഇന്നത്തെ ലെറ്റർ ആക്ച്വലി ഒത്തിരി എളുപ്പമുള്ള ലെറ്ററായിരുന്നു. അതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ ട്വിസ്റ്റിംഗ് ആയിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില സ്റ്റുഡൻസിനൊക്കെ ടൈം മാനേജ്മെൻറ്റ് കുറച്ച് കിട്ടാതെ പോയി, കാരണം മേ ബി അത് ആ പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതുന്ന സ്ഥലത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി കാണുമായിരിക്കും. റെക്കമെൻഡേഷൻ പാരഗ്രാഫും വലുതായിട്ടൊന്നുമില്ല, ആകെ 3-4 സെൻറ്റൻസസേ ഉള്ളൂ. എന്നാലും നമുക്ക് കുറച്ച് സ്റ്റുഡൻസിന് ആ ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലം വന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എനിവേ നമുക്ക് അതിൻ്റെ കേസ് നോട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആ ലെറ്റർ ഫോർമാറ്റും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഇന്നത്തെ റൈറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത് റൈറ്റ് എ ട്രാൻസ്ഫർ ലെറ്റർ ടു ദ ജനറൽ മാനേജർ ഓഫ് നഴ്സിംഗ് ഹോം. അതായത് നഴ്സിംഗ് ഹോമിലെ മാനേജറിന് ഒരു ട്രാൻസ്ഫർ ലെറ്റർ എഴുതുന്ന ഒരു സിനാരിയോ ആണ്. പേഷ്യൻ്റെ പേര് മിസ്റ്റർ ആർത്തർ ടെയ്ലർ, 75 years old man, recently admitted to hospital after a fall. ഹീസ് അണ്ടർ യുവർ കെയർ. സോ പേഷ്യൻ്റ് ഒരു ഫോൾ വീണ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. 75 years old ആണ്. ഹി വാസ് ഡ്യൂ ഫോർ എ ട്രാൻസ്ഫർ ടു എ നഴ്സിംഗ് ഹോം. അസ്യൂം ടുഡേയ്സ് ഡേറ്റ് ഇസ്, സോ ഓഫ് കോഴ്സ് അസ്യൂം ഡേറ്റ് നമ്മൾ ഇന്നത്തെ 11 ജൂൺ 2022 ആണ്. അപ്പോൾ പേഷ്യൻ്റ് എനിവേ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ട്രാൻസ്ഫർ ആണ്, നഴ്സിംഗ് ഹോമിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണ്. ആ സമയത്ത് നമ്മൾ ഹോം മാനേജറിന് വേണ്ടി എഴുതുന്ന പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റലൈസേഷൻ അത് കഴിഞ്ഞിട്ടുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ലെറ്ററാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അവർ സോഷ്യൽ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. ലീവ്സ് അലോൺ, വൈഫ് ഡൈഡ്, പേഷ്യൻസ് വിഡോവർ ആണ്, പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്. പിന്നെ സ്മോക്കിംഗ് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. ഹി വാസ് എ സ്മോക്കർ സിൻസ് ഹിസ് ടീനേജ് ആൻഡ് സ്മോക്സ് നിയർലി 25 cigarettes. അതൊരു പാസ്റ്റ് ഹിസ്റ്ററിയാണ്, സിൻസ് 2013. ബട്ട് കറൻ്റ്ലി അവർ കൊടുത്തിരിക്കുന്നത് ഹി സ്മോക്സ് ലെസ് ദാൻ 5 cigarettes പെർ ഡേ. സോ നമുക്കപ്പോൾ കറൻ്റ്ലി ഉള്ള കാര്യം മാത്രം മതി. ഇനി മെഡിക്കൽ ഹിസ്റ്ററി അവർ കൊടുത്തിട്ടുണ്ട്. പേഷ്യൻ്റ് ഹൈപ്പർ ടെൻസീവ് ആണ്, ആൻഡ് ഓൺ മെഡിക്കേഷൻ. ആ മെഡിക്കേഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ക്ലിയർ അല്ല. അതുപോലെ തന്നെ പേഷ്യൻ്റ് COPD പേഷ്യൻ്റ് ആണ്, ആൻഡ് ഓൺ ബ്രോങ്കോ ഡൈലേറ്റ് ടു പഫ് വെനെവർ നെസസറി. സോ അതിൻ്റെ പേരും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ക്ലിയർ അല്ല. അപ്പോൾ ഇത്രയാണ് പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ലീവ്സ് എലോൺ, വിഡോവർ ആണ്, പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. ഇപ്പോൾ പ്രസൻ്റ്ലി പേഷ്യൻ്റ് സ്മോക്സ് ചെയ്യുന്നുണ്ട് ലെസ് ദാൻ 5 cigarettes per day. അതുപോലെ തന്നെ പേഷ്യൻ്റ് ഹൈപ്പർ ടെൻസീവ്, ഓൺ മെഡിക്കേഷൻ ആണ്, COPD ആൻഡ് ഓൺ മെഡിക്കേഷൻ ആണ്. ഒരു ബ്രോങ്കോ ഡൈലേറ്റർ 2 puffs per day, പെർ ഡേ അല്ല, വെനെവർ നെസസറി എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണ്. ഇനിയാണ് നമ്മുടെ സിനാരിയോ വരുന്നത്. സോ സിനാരിയോയിൽ അവരൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. പേഷ്യൻ്റ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ആൻഡ് നോ എവിഡൻസ് ഓഫ് ഫ്രാക്ചർ ആൻഡ് ഓൺലി മൈൽഡ് ബ്രൂയിസസ്. സോ പേഷ്യൻറ്റിന് എക്സ്റേ ചെയ്തപ്പം അവിടെ ഫ്രാക്ചറോ വേറെ ഒരു കുഴപ്പമോ ഇല്ല, ജസ്റ്റ് ഒരു ബ്രൂയിസസ്, മൈൽഡ് ബ്രൂയിസസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലൈസേഷനാണ്. എനിവേ പേഷ്യൻ്റ് ഓൾഡ് ഏജ് ആയത് കാരണം പേഷ്യൻ്റ് അഡ്മിറ്റാക്കി. ജസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് പേഷ്യൻറ്റിന് ഫീവർ ഡെവലപ്പ് ആവുന്നു, അതിൻ്റെ കൂടെ നോസിയ, ഡിസ്യൂറിയ. അങ്ങനെ അവർ സസ്പെക്റ്റ് ചെയ്യുവാണ് മേ ബി ഇതൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കാമെന്ന്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പേഷ്യൻറ്റിന് SOB ഉണ്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ട്. പേഷ്യൻറ്റിന് പഴയ ബ്രോങ്കോഡൈലേറ്റർ പഫ് കൊടുത്തിട്ട് അത് എഫക്റ്റീവ് ആകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് പേഷ്യൻ്റ് ഡെവലപ്പ് ആകുന്നത്. അതായത് പേഷ്യൻറ്റിന് ഫീവർ, നോസിയ, ഡിസ്യൂറിയ. സോ പേഷ്യൻറ്റ് സസ്പെക്റ്റഡ് ടു ഹാവ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതിൻ്റെ കൂടെ തന്നെ SOB ഉള്ളത് കാരണം COPD ഉള്ള ഓൾറെഡി പേഷ്യൻ്റ് ആയത് കാരണം SOB ഉള്ളത് കൊണ്ട് പേഷ്യൻറ്റ് പഫ് കൊടുക്കുന്നുണ്ട്. ഐ മീൻ ആ ഒരു ഇൻഹേലർ, പഴയ ഇൻഹേലർ കൊടുക്കുന്നുണ്ട്, ബട്ട് അത് എഫക്റ്റീവ് ആകുന്നില്ല. അങ്ങനെ പിന്നെയും അവർ എക്സ്റേ എടുക്കുന്നുണ്ട്, അവിടെ ഫ്രാക്ചർ ഇല്ലാന്ന് കൺഫേം ആയി. പേഷ്യൻറ്റിന് സസ്പെക്റ്റഡ് ടു ഹാവ് യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ ആണല്ലോ. സോ അതുകൊണ്ട് അവർ യൂറിൻ അനാലിസിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂറിൻ അനാലിസിസ് ചെയ്യുന്നതിൻ്റെ കൺഫർമേറ്ററി റിസൾട്ടാണ് യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൺഫർമേഷൻ വരുന്നുണ്ട് റിസൾട്ടിൽ. അതുകൊണ്ട് പേഷ്യൻ്റ് ആൻറ്റിബയോട്ടിക്സ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ആൻറ്റിബയോട്ടിക്സ് 2 ആഴ്ചത്തേക്കാണ്, 2 weeksലേക്കാണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി പേഷ്യൻറ്റിന് പഴയ ഇൻഹേലർ കൊണ്ട് യൂസ് ഒന്നും ഇല്ലാത്തത് കാരണം ഒരു പുതിയ ഇൻഹേലർ അവരെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പേരും ക്ലിയർ അല്ല, അതുകൊണ്ട് ഈ ലെറ്ററിൽ മെൻഷൻ ചെയ്തിരുന്നില്ല.
അപ്പോൾ ഇത്രയുമാണ് ഹോസ്പിറ്റലൈസേഷൻ. ഇനി സബ്സീക്വൻറ്റ് ഡേയ്സിൽ പേഷ്യൻറ്റിന് ഇമ്പ്രൂവ്മെൻ്റ് ആകുമെന്ന് വിചാരിക്കുന്നു. എനിവേ പേഷ്യൻറ്റ് ഡിസ്ചാർജാണ്. അപ്പോൾ ആ ഡിസ്ചാർജിൻ്റെ സമയത്ത് പേഷ്യൻ്റ് തന്നെയാണ്, പേഷ്യൻ്റ് വിഡോവറാണ്, വീട്ടിൽ ആരുമില്ല. അതുകൊണ്ട് പേഷ്യൻ്റ് ഒരു കണ്ടിന്യൂഡ് കെയറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് കെയറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് കെയറിന് വേണ്ടി നമ്മൾ നഴ്സിംഗ് ഹോമിലേക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നു. സോ ഇതാണ് പേഷ്യൻറ്റിൻ്റെ ഇത് ലെറ്ററിൻ്റെ ബോഡി പാരഗ്രാഫ്. സോ ഇങ്ങനെ വേണം നമ്മൾ ആ സ്റ്റോറി എഴുതാൻ വേണ്ടി. പേഷ്യൻറ്റ് ഫോളായി ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മൈൽഡ് ബ്രൂയിസസ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും പേഷ്യൻറ്റിന് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്. പേഷ്യൻ്റ് ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും റിക്കറൻസ് ഓഫ് COPD. ആക്ച്വലി പേഷ്യൻ്റ് COPD പേഷ്യൻ്റാണ്. അത് പുതിയതായിട്ട് നമുക്ക് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല, കാരണം ഓൾറെഡി പേഷ്യൻ്റ് COPD പേഷ്യൻ്റാണ്. അതിൻ്റെ റിക്കറൻസ് ഉണ്ടാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പേഷ്യൻറ്റിന് ആൻറ്റിബയോട്ടിക്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒരു പുതിയൊരു ഇൻഹേലറും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ആ ബോഡി പാരഗ്രാഫ്. പക്ഷേ നമുക്കവിടെ ഒരു ചെറിയൊരു കൺക്ലൂഷൻ കൊടുത്ത് നിർത്തണം, എന്തുകൊണ്ടാണ് നമ്മൾ നഴ്സിംഗ് ഹോമിലേക്ക് വിടുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് എഴുതിയാൽ മതി. എനിവേ പ്രോഗ്രസ് ഉണ്ട്, ഹൗവർ ഹി റിക്വയർസ് എ കണ്ടിന്യൂഡ് കെയർ അല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് കെയർ അണ്ടിൽ കംപ്ലീറ്റ് റിക്കവറി എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. ഇനി ഡിസ്ചാർജ് പ്ലാൻ അവർ കൊടുത്തിട്ടുണ്ട്. ഡിസ്ചാർജ് പ്ലാനിൽ ശരിക്കും പറഞ്ഞാൽ 4 ഡിസ്ചാർജ് പ്ലാനാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ക്രമത്തിലല്ല, ഓർഗനൈസ്ഡ് അല്ല. അത് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ വേണം അത് എഴുതാൻ വേണ്ടി. അവർ കൊടുത്തിരിക്കുന്ന പ്ലാൻ ചെസ്റ്റ് ഫിസിയോതെറാപ്പി പ്രോഗ്രാം ഇൻ ദ ഫോം ഓഫ് ബ്രീത്തിങ് ആൻഡ് കഫിംഗ് എക്സസൈസസ്. രണ്ടാമത്താണ് സ്മോക്കിംഗ് സെസേഷൻ പ്ലാൻ ടു ജോയിൻ വിത്ത് സെസേഷൻ ഗ്രൂപ്പ്. പിന്നെ മൂന്നാമത്തേതാണ് ഹൈ ഫൈബർ ആൻഡ് ഹൈ എനർജി ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നാലാമത്തേതാണ് റിവ്യൂ വിത്ത് ജനറൽ പ്രാക്ടീഷണർ വിത്തിൻ 2 weeks ഫോർ ദ റിവ്യൂ ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആൻഡ് COPD. പിന്നെ ഹെൽപ്പ് നീഡഡ് ഫോർ എക്സസൈസ് മീൽസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇനിവേ നമ്മൾ രണ്ടാമത്തെയും നമ്മുടെ ആ റെക്കമെൻഡേഷൻ എഴുതുമ്പം അതിന് കൊടുത്ത് തന്നെ പോയിക്കോളും. സോ കുഴപ്പമില്ല. എനിവേ ഈ 4 റെക്കമെൻഡേഷൻസേ ഉള്ളൂ. ആദ്യത്തേത് ചെസ്റ്റ് ഫിസിയോതെറാപ്പിയുടെ കാര്യം, രണ്ടാമത്തേത് ഹൈ ഫൈബർ ആൻഡ് ഹൈ എനർജി ഫുഡിൻ്റെ കാര്യം, മൂന്നാമത്തേത് സ്മോക്കിംഗ് സെസേഷൻ, നാലാമത്തേത് റിവ്യൂ. സോ അത് ക്രമത്തിനല്ല കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഈ ക്രമത്തിന് വേണം എഴുതാൻ വേണ്ടി. അതായത് എപ്പോഴും റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എഴുതുമ്പം ഒരു പ്രയോറിറ്റൈസേഷൻ അത് വെച്ചിട്ട് നമ്മൾ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ചെസ്റ്റ് ഫിസിയോതെറാപ്പിക്ക് വേണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി. രണ്ടാമതാണ് ഡയറ്റിൻ്റെ കാര്യം, പിന്നെയാണ് സ്മോക്കിംഗ് സെസേഷൻ, ലാസ്റ്റ് റിവ്യൂ. സോ ഈ രീതിയിൽ വേണം നമ്മളെപ്പോഴും റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എഴുതാൻ വേണ്ടി. സോ നമ്മുടെ ലെറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റെക്കമെൻഡേഷൻ ഒരു ചെറിയൊരു ഞാൻ ഹിൻഡ് തരാം. നിങ്ങൾ എപ്പോഴും എഴുതുമ്പം ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം ആദ്യം എഴുതുക, രണ്ടാമത് മെഡിക്കേഷൻസ് എഴുതുക, പിന്നെ മോണിറ്ററിങ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അഡ്വൈസസ്, അത് കഴിഞ്ഞിട്ട് വേണം ഫോളോ അപ്പ്. ഈ ക്രമത്തിന് വേണം എപ്പോഴും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി. അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ് എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ആ പ്രയോറിറ്റൈസേഷൻ എഴുതാം. സോ ഇതാണ് ഈ ലെറ്ററിൻ്റെ ഒരു ടോട്ടൽ ടോട്ടൽ കണ്ടൻറ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ എങ്ങനെയാണ് ലെറ്റർ നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഒരു മോഡൽ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യമേ ഡേറ്റ് എഴുതുന്നു, ഇന്നത്തെ ഡേറ്റ്, പിന്നെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അങ്ങനെ എഴുതുന്നു, പിന്നെ റിഗാർഡിങ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡിയർ സാർ ഓർ മാഡം, കാരണം അത് മാനേജർ ആയത് കാരണം ഡിയർ സാർ ഓർ മാഡം, പിന്നെ റിഗാർഡിങ് മിസ്റ്റർ ആർട്ടിസ്റ്റ് ടൈലർ ഏജ്ഡ് 75. സോ പേഷ്യൻറ്റിൻ്റെ പേഷ്യൻ്റെ ഫുൾ നെയിം ആൻഡ് ഏജ് നമ്മൾ എഴുതുന്നു. ഇനി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. സോ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എങ്ങനെ നമുക്ക് എഴുതാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 കണ്ടീഷൻ നമുക്ക് ഒരേപോലെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് റിക്കറൻസ് ഓഫ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും. കാരണം രണ്ടും പേഷ്യൻറ്റിന് ഇപ്പോൾ പ്രസൻ്റ്ലി ഉണ്ട്. അത് പ്രോഗ്രസ് ഇപ്പോഴും അത് ഉണ്ട്, കംപ്ലീറ്റ് റിക്കവർ ആയിട്ടില്ല പേഷ്യൻ്റ്, ഇപ്പോഴും ആൻറ്റിബയോട്ടിക്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു റിക്കവറി എന്ന് പറയുന്നില്ല, മേ ബി പ്രോഗ്രസ് എന്നായിരിക്കാം അതിനകത്ത് ഇൻഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ നഴ്സിംഗ് ഹോമിലേക്ക് വിടുന്നതും. അപ്പോൾ ഒരു കണ്ടിന്യൂഡ് കെയറിന് വേണ്ടിയാണല്ലോ വിടുന്നതും. സോ അതുകൊണ്ട് നമുക്ക് ഈ രണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എഴുതണം. അപ്പോൾ അതാണ് നമ്മുടെ പ്രസൻറ്റ് മെഡിക്കൽ കറൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺഗോയിങ് കെയർ, ഫോളോ അപ്പ് കെയർ, ഒരു കണ്ടിന്യൂഡ് കെയർ, ഇതിൽ ഏതെങ്കിലും നമുക്ക് എഴുതാൻ കുഴപ്പമില്ല. സോ നമുക്കതെങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ആർട്ടിസ്റ്റ് ടൈലർ who has urinary tract infection and recurrence of chronic obstructive pulmonary disease. അതാണ് നമ്മുടെ റീസെൻ്റ് പ്രസൻറ്റ് മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി റിക്വയർസ് ഫോളോ അപ്പ് കെയർ അറ്റ് യുവർ ഫെസിലിറ്റി. സോ ഫ്രം യുവർ ഫെസിലിറ്റി അല്ല, അറ്റ് യുവർ ഫെസിലിറ്റിയാണ്, കാരണം നമ്മൾ പേഷ്യൻറ്റിനെ അങ്ങോട്ടാണ് വിടുന്നത്. സോ അറ്റ് യുവർ ഫെസിലിറ്റി.
അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ആർതർ ടൈലർ who has urinary tract infection and recurrence of chronic obstructive pulmonary disease. He requires follow-up care at your facility. So ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും വരുന്നത് എപ്പോഴും. അതായത് നമ്മളിവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിന് ആദ്യമേ നമ്മൾ ആ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ കാര്യമാണല്ലോ ആദ്യം അവർ പറയുന്നത്. സോ അത് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റിക്കറൻസ് ഓഫ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിൻ്റെ കാര്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു കൺക്ലൂഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് വലിയ ബോഡി പാരഗ്രാഫ് ആയതുകൊണ്ട് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? കാരണം പേഷ്യൻ്റ് വീണപ്പം മുതലുള്ള കാര്യം നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടി വരും. കാരണം അപ്പോഴാണല്ലോ ഹോസ്പിറ്റലൈസേഷൻ ആയത്. അത് ചെറുതായിട്ട് എഴുതുക. സോ ഇനിഷ്യലി മിസ്റ്റർ ടൈലർ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ ആ ഡേറ്റ് എഴുതുക. അവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എക്സാമ്പിൾ 2 ജൂൺ 2022 ആണെന്നുണ്ടെങ്കിൽ അത് എക്സാമ്പിൾ ആണ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയില്ല. അത് എഴുതുക. ഫോളോവിങ് എ ഫോൾ. ഓക്കെ, അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യലി മിസ്റ്റർ ടൈലർ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 2 June 2022 following a fall. On assessment, he was found to have only mild bruises. Okay, so on assessment, he was found to have only mild bruises. ഇനിയാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് എന്തൊക്കെ കണ്ടു എന്നുള്ളത്. പക്ഷേ യൂറിനറി ട്രാക്റ്റിൻ്റെ കാര്യം നമ്മൾ ആദ്യം എഴുതുന്നു. അത് രണ്ടും ഒത്തിരി കൺഫ്യൂസ്ഡ് ആക്കാതെ ഒരെണ്ണം എഴുതി അതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ട് അടുത്തത് എഴുതി അടുത്തതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നതായിരിക്കും നല്ലത്. സോ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ he has developed fever, nausea and dysuria. Gradually, his urine analysis report confirmed urinary tract infection, for which he has been prescribed with antibiotic for 2 weeks. സോ അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ടിയുടെ കാര്യം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയത് ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ he has developed fever, nausea and dysuria. Gradually, full stop ഇടുക. Gradually, his urine analysis report confirmed യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഒക്കെ നമുക്കിവിടെ 2 ഡിസീസ് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് ഡയഗ്നോസിസ് എഴുതാൻ പറ്റില്ല. കാരണം അത് കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് കാരണം നമുക്ക് യൂറിനറി ട്രാക്ട്, അത് യു ടി എന്ന് എഴുതരുത്, ദയവ് ചെയ്ത് അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാവുള്ളൂ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഫോർ വിച്ച് ഹി ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് വിത്ത് അനാൽജസിക്സ്. അനാൽജസിൻ്റെ പേര് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ഫോർ 2 weeks അതിൻ്റെ ഡോസേജോ ഫ്രീക്വൻസി ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ എഴുതാം. അങ്ങനെ നമ്മൾ ആ ഒരു പാരഗ്രാഫ് തീർക്കുന്നു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്, അതായത് നമുക്ക് പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 എഴുതാം വലുതാണെന്നുണ്ടെങ്കിൽ. സോ ബെറ്റർ അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിനകത്ത് നമുക്കിനി COPD കാര്യം എഴുതാം. അപ്പം നമ്മൾ ഇവിടെ COPD കാര്യം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഓൾറെഡി COPD പേഷ്യൻ്റാണ്, ഓൾറെഡി ഓൺ മെഡിക്കേഷനാണ്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓൺ സബ്സീക്വൻറ്റ് ഡേയ്സ്, മിസ്റ്റർ ടൈലർ ഓൾസോ പ്രസൻറ്റഡ് വിത്ത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ആസ് എ റിക്കറൻസ് ഓഫ് ഹിസ് chronic pulmonary disease, but he could not get any benefit from his previous bronchodilator puff, for which he has been initiated with ഒരു പുതിയൊരു ഇൻഹേലറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എക്സാം കേസ് നോട്ടിൽ. അതെനിക്കത് ക്ലിയർ അല്ല. സോ നമ്മളവിടെ ആ ഇൻഹേലറിൻ്റെ പേര് എഴുതുന്നു. സോ ഇങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. On subsequent days, Mr. Taylor also presented with the shortness of breath as a recurrence of his chronic pulmonary disease, but he could not get any benefit from his previous bronchodilator puff, for which he has been initiated with new inhaler. അതായത് ഹോസ്പിറ്റലൈസേഷന് സമയത്ത് പേഷ്യൻറ്റിന് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായി. അതിന്ന് ക്രോണിക് നമ്മളത് അപ്പോൾ പഴയതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ആസ് എ റിക്കറൻസ് ഓഫ് ഹിസ് ക്രോണിക് പൾമണറി ഡിസീസ്. പക്ഷേ ആ പേഷ്യൻറ്റിൻ്റെ പഴയ ബ്രോങ്കോഡൈലേറ്റർ കാരണം ഒരു ബെനിഫിറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു പുതിയൊരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അവർ ക്ലിയർ ആയിട്ട് അതിൻ്റെ പേരും ഡോസേജൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അപ്പം നമ്മളങ്ങനെ യു ടിയുടെ കാര്യവും COPDയുടെ കാര്യവും എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് ഗ്രാജുവലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നായിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഗ്രാജുവലി ഹി മേഡ് പ്രോഗ്രസ് ആൻഡ് റെഡി ഫോർ ഡിസ്ചാർജ്. അപ്പോൾ നമ്മളത് ചുമ്മാ അങ്ങനെ നിർത്താതെ നമുക്കൊരു ചെറിയൊരു കൺക്ലൂഷനോട് കൊടുക്കാം. ഹൗവർ ആൻ ഓൺ ഗോയിങ് കെയർ ഫ്രം യുവർ സർവീസ് ഈസ് എസെൻഷ്യൽ. അതൊരു ചെറിയൊരു കൺക്ലൂഷൻ, അത് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെയാണ് ആ ബോഡി പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം യു ടിയുടെ കാര്യം എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ COPD കാര്യം എഴുതി, അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി ഹി മേഡ് ഗുഡ് പ്രോഗ്രസ് ആൻഡ് റെഡി ഫോർ ഡിസ്ചാർജ്. ഹൗവർ ആൻ ഓൺ ഗോയിങ് കെയർ ഫ്രം യുവർ ഫെസിലിറ്റി ഈസ് എസെൻഷ്യലോ സർവീസസ് എസെൻഷ്യലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എഴുതാം. ഇനി നമ്മുടെ സോഷ്യൽ പാരഗ്രാഫ് എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മിസ്റ്റർ ടൈലർ ഈസ് എ വിഡോവർ ആൻഡ് ലീവ്സ് എലോൺ. ഹി ഹാസ് പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് സ്മോക്സ് ലെസ് ദാൻ 5 cigarettes per day. മെഡിക്കലി ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഓൺ മെഡിക്കേഷൻ. സോ അതിൽ കൂടുതൽ വലിയ കാര്യം COPD പിന്നെ അവിടെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മുകളിൽ എഴുതിയത് കാരണം ഇനി അവിടെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അവിടെ എഴുതേണ്ട കാര്യമില്ല. സോ മിസ്റ്റർ ടൈലർ ഈസ് എ വിഡോവർ ആൻഡ് ലീവ്സ് എലോൺ. ഹി ഹാസ് പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് സ്മോക്സ്. അത് നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് എഴുതാം, കുഴപ്പമില്ല. കാരണം ഈ ലെറ്റർ കുറച്ച് വലുതാണ്, അപ്പം നമ്മൾ ഈ 200-നുള്ളിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ജോയിൻ ചെയ്ത് എഴുതിയാലേ പറ്റത്തുള്ളൂ. ദെൻ മെഡിക്കലി ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഓൺ മെഡിക്കേഷൻ. സോ ഇങ്ങനെ ഇതാണ് നമ്മുടെ സോഷ്യൽ പാരഗ്രാഫ്. ഇനി നമ്മുടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ആകെ 4 സെൻറ്റൻസസേ ഉള്ളൂ. ആ 4 സെൻറ്റൻസസ് ഞാനിവിടെ 3 സെൻറ്റൻസസ് ആക്കി കൺസൈസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് തുടങ്ങുക. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രയോറിറ്റൈസേഷൻ ചെയ്യണം. ആദ്യമേ നമ്മൾ എക്സസൈസിൻ്റെ കാര്യം പറയുക, അത് കഴിഞ്ഞിട്ട് ഡയറ്റിൻ്റെ കാര്യം പറയുക, പിന്നെ സ്മോക്കിംഗ് സെസേഷൻ, പിന്നെ ഫോളോ അപ്പ്, അങ്ങനെ ഉള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അറേഞ്ച് ചെസ്റ്റ് ഫിസിയോതെറാപ്പി പ്രോഗ്രാം ഫോർ മിസ്റ്റർ ടൈലർ ഇൻ ദ ഫോം ഓഫ് ബ്രീത്തിങ് ആൻഡ് കഫിംഗ് എക്സസൈസസ്. അതാണ് ആദ്യത്തെ നമ്മുടെ റെക്കമെൻഡേഷൻ. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അറേഞ്ച് ചെസ്റ്റ് ഫിസിയോതെറാപ്പി പ്രോഗ്രാം ഫോർ മിസ്റ്റർ ടൈലർ in the form of breathing and cuffing exercises, as well as provide high fiber and high energy diet. അപ്പോൾ നമുക്ക് ആസ് വെൽ ആസ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കോംപ്ലക്സ് സെൻറ്റൻസസ് ഉണ്ടാക്കാം. അതൊറ്റ സെൻറ്റൻസിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആസ് വെൽ ആസ് പ്രൊവൈഡ് ഹൈ ഫൈബർ ആൻഡ് ഹൈ എനർജി ഡയറ്റ്. നമ്മൾ രണ്ടാമത് എഴുതുന്നതാണ് കൈൻഡ്ലി ജോയിൻ ഹിം വിത്ത് സ്മോക്കിംഗ് സെസേഷൻ ഗ്രൂപ്പ്. കൈൻഡ്ലി ജോയിൻ ഹിം വിത്ത് സ്മോക്കിംഗ് സെസേഷൻ ഗ്രൂപ്പ്. അപ്പോൾ രണ്ടാമത് സ്മോക്കിങ്ങിൻ്റെ കാര്യമായി. ലാസ്റ്റത്തെയാണ് നമ്മുടെ ഫോളോ അപ്പ് വിസിറ്റ്. നമുക്ക് എങ്ങനെ എഴുതാം? പ്ലീസ് നോട്ട് ഹി ഹാസ് ഫോളോ അപ്പ് വിസിറ്റ് വിത്ത് ഹിസ് ജനറൽ പ്രാക്ടീഷണർ വിത്തിൻ 2 weeks ഫോർ ദ റിവ്യൂ ഓഫ് ഹിസ് കറൻറ്റ് മെഡിക്കൽ പ്രോബ്ലംസ്. പിന്നെയും അവിടെ COPD ആൻഡ് UTI എഴുതണ്ട, കാരണം ഇപ്പോൾ ഉള്ള മെഡിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മെൻഷൻ ചെയ്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വേർഡ് കൗണ്ട് ഒത്തിരി നമുക്ക് പോകും. ഇതിപ്പോൾ ഏകദേശം ഒരു 200 റേഞ്ചിനുള്ളിലാണ് ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് പ്ലീസ് നോട്ട് ഹി ഹാസ് ഫോളോ അപ്പ് വിസിറ്റ് വിത്ത് ഹിസ് ജനറൽ പ്രാക്ടീഷണർ വിത്തിൻ 2 weeks ഫോർ ദ റിവ്യൂ ഓഫ് ഹിസ് കറൻറ്റ് മെഡിക്കൽ പ്രോബ്ലംസ്. അത്രയേ ഉള്ളൂ നമ്മുടെ റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. പിന്നെ ഇഫ് യു ഹാവ് എനി ക്വയറീസ് പ്ലീസ് നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് വിത്ത് മീ. യുവേഴ്സ് സിൻസിയർലി രജിസ്റ്റേർഡ് നോട്ട്സ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെറ്റർ. ഇത് സിമ്പിൾ ലെറ്ററാണ് ആക്ച്വലി, ബട്ട് ചില സ്റ്റുഡൻസിന് ടൈം കിട്ടാതെ പോയി. മേ ബി അത് നമ്മുടെ ഈ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫ് എഴുതി കുറച്ച് ടൈം കളഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം അവിടെ കുറച്ചൊരു കൺഫ്യൂഷനുണ്ട്. അതെങ്ങനെ COPD എങ്ങനെ എഴുതണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിരുന്ന് കാണുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. നമ്മുടെ ഡേറ്റ്, അഡ്രസ്സ്, സല്യൂട്ടേഷൻസ് എല്ലാം എഴുതി. ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ആർത്തർ ടൈലർ who has urinary tract infection and recurrence of chronic obstructive pulmonary disease. He requires follow-up care at your facility. Initially, Mr. Taylor was admitted to hospital on 2 June 2022 following a fall. On assessment, he was found to have only mild bruises. During hospitalization, he has developed fever, nausea, and dysuria. Gradually, his urinalysis report confirmed urinary tract infection, for which he has been prescribed with antibiotics for 2 weeks. On subsequent days, Mr. Taylor also presented with a shortness of breath as a recurrence of his chronic pulmonary disease, but he could not get any benefit from his previous bronchodilator puff, for which he has been initiated with the new inhaler. Gradually, he made good progress and ready for discharge. However, an ongoing care from your service is essential. Mr. Taylor is a widower and lives alone. He has poor eating habits and smokes less than 5 cigarettes per day. Medically, he has hypertension and on medication. It would be appreciated if you could arrange a physiotherapy program for Mr. Taylor in the form of breathing and cuffing exercises, as well as provide high fiber and high energy diet. Kindly join him with smoking cessation group. Please note he has follow-up visit with his general practitioner within 2 weeks for the review of his current medical problems. If you have any queries, please not hesitate to contact with me. Yours sincerely, registered nurse. So ഇതാണ്
ലെറ്ററിൻ്റെ എൻ്റെ ഒരു റിവ്യൂ വെച്ചിട്ട് ഇങ്ങനൊരു ലെറ്ററാണ് എനിക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ മീൻ കണ്ടൻറ്റ് നമുക്ക് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, എക്സാം എഴുതിയവർക്കേ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ലെറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുറച്ച് കൺസൈസ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസേഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരവിടെ കൊടുത്തിരിക്കുന്ന സിംറ്റംസ് SOB, ഡിസ്യൂറിയ, ഐ മീൻ ഷോർട്ട് നോസ് ഓഫ് ബ്രെത്ത്, അത് UTIയുടെയും COPDയുടെയും സിംറ്റംസ് ഒരേ സമയത്തായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെറ്ററിൽ ആകപ്പാടൊരു മിക്സപ്പ് ആയിരിക്കും. സോ ബെറ്റർ നമുക്ക് എപ്പോഴും ഒരു കണ്ടീഷൻ ആദ്യമേ എഴുതിയിട്ട് മറ്റേ കണ്ടീഷൻ രണ്ടാമത് എഴുതുക. അപ്പോൾ നമുക്കും കൺഫ്യൂഷൻ ഇല്ല, വായിക്കുന്നവർക്കും കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ UTI ഉണ്ടായി, അത് കൺഫേം ചെയ്ത് അതിൻ്റെ സിംറ്റംസ് അത് കൺഫേം ചെയ്തു, അതിനെന്ത് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് നോസ് ഓഫ് ബ്രെത്ത് ഉണ്ടായി, അതിനുവേണ്ടി നമ്മൾ എന്ത് മാനേജ്മെൻറ്റ് ചെയ്തു, അവസാനം മെയ്ഡ് ഗുഡ് പ്രോഗ്രസ്. അതിന് വേണ്ടി ബാക്കിയുള്ളതും കൂടെ ഇനിയും കുറച്ചും കൂടി കെയർ നമുക്ക് അത്യാവശ്യമുണ്ട്, ഓൺ ഗോയിങ് കെയർ ആവശ്യമുണ്ട്. വേണമെങ്കിൽ കംപ്ലീറ്റ് റിക്കവറി എന്നുകൂടെ നമുക്ക് എഴുതാം. ഒരു കണ്ടിന്യൂഡ് കെയർ അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് കെയർ അണ്ടിൽ ഹിസ് കംപ്ലീറ്റ് റിക്കവറി എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പ്രസൻറ്റ് മെഡിക്കൽ പാരഗ്രാഫിൻ്റെ കൺക്ലൂഷനിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ കുഴപ്പമില്ല. പിന്നെ റെക്കമെൻഡേഷൻ എഴുതുമ്പോഴും ശ്രദ്ധിക്കുക, പ്രയോറിറ്റൈസേഷൻ ഓർഗനൈസ്ഡ് ആയിരിക്കില്ല അവർ തന്നിരിക്കുന്നത്. നമ്മളത് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മളത് വേണം എഴുതാൻ വേണ്ടി. സോ ഇതൊരു സിമ്പിൾ ലെറ്ററാണ്. അപ്പോൾ ഈ ലെറ്റർ നിങ്ങളും ഇതേപോലെ ഒന്ന് എഴുതി നോക്കുക. ക്വസ്റ്റ്യൻ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. സോ ഇതുപോലെ ഒത്തിരി ലെറ്റേഴ്സ് നമ്മൾ പഴയത് ചെയ്ത കുറേ ലെറ്റേഴ്സ് ഈ ഒരു ഫോർമാറ്റിൽ തന്നെയുണ്ട്. അപ്പം നഴ്സിംഗ് കെയർ, ഹോം കെയർ മാനേജറിന് എഴുതുന്ന ഏത് ലെറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഈ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്ത് പഠിക്കുക. അപ്പം ഇപ്പം വരുന്ന ലെറ്റേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ഫോർമാറ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലൈസേഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വിടുന്നു, ആ ഒരു സ്റ്റൈലിൽ. ഇപ്പോൾ നഴ്സസ് ടു നഴ്സസ് ലെറ്റേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് അവർ ഹോം വിസിറ്റും കൂടെ അതിൻ്റെ ഇടയ്ക്ക്, ഹോസ്പിറ്റലൈസേഷൻ അത് കഴിഞ്ഞ് ഹോം വിസിറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെഫറൽ, അങ്ങനത്തെ ഒരു മോഡലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ രീതിയിലുമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്ത് നോക്കുക. എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ റീസെൻറ്റ് OET ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 2022 വന്ന മോസ്റ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻ്റെ ടൈപ്സാണ് എല്ലാം തന്നെ. സോ നിങ്ങളത് കുറച്ചൊന്ന് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. സോ വേറൊരു റൈറ്റിംഗ് ടാസ്ക്കായിട്ട് ഇനി നമുക്ക് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.